ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര കോടതി ഉത്തരവ് വകവയ്ക്കാതെ റഫേൽ വീണ്ടും കൂട്ടക്കൊല നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. റഫേൽ അഭയം തേടിയെത്തിയവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയത് 35 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ജീവനോടെ ചുട്ടുകൊന്നു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറൻ റഫയിലെ തെൽ അൽ സുൽത്താൻ പ്രദേശത്തായിരുന്നു ആക്രമണം. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അഭയാർത്ഥികളായി കഴിയുന്നത്. നിരവധി ആളുകൾക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 160 ഫലസ്തീനികളാണ് റഫയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ടെന്റുകൾക്ക് തീപിടിച്ചതായി ഹമാസ് വക്താവ് സെമി അബു സുഹരി പറയുന്നു. ടെന്റുകൾ കത്തിയുരുകി ആളുകളുടെ ദേഹത്തേക്ക് വീണു. മനുഷ്യ ശരീരങ്ങൾ ചൂടിൽ ഉരുകിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റഫയിലെ പ്രൈമറി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 10 പേർ മരിച്ചിരുന്നു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ സഫ്തവാവയിലെ നെസ്ല സ്കൂളാണ് ആക്രമിച്ചത്. ഒന്നിലേറെ തവണ സ്കൂളിന് നേരെ ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണമാണ് നടന്നത്. റഫയിലും ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തി. ഇന്നലെ തെക്കുകിഴക്കൻ റഫയിൽ വരെ ഇസ്രായേൽ ടാങ്കുകൾ എത്തിയിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പടിഞ്ഞാറൻ റഫ ലക്ഷ്യമാക്കിയാണ് സൈന്യം നീങ്ങുന്നത്. 35,903 പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത്. 80,420 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ ഗസയിലെ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് മേധാവി ഡേവിസ് ബർണി, US ചാരസംഘടനയായ CIA മേധാവി വില്യം ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി എന്നിവർ പാരീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച് ധാരണയായതായി ഇസ്രായേലി മാധ്യമമായ വെല്ല ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. നേരത്തേതുപോലെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തന്നെയാണ് ചർച്ച നടത്തുക. അമേരിക്കയും നിർണായക പങ്കുവഹിക്കും. ഈ മാസം തുടക്കത്തിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. എന്നാൽ ഇനി ചർച്ചകൾ ഇങ്ങനെ തുടരേണ്ട ആവശ്യമില്ലെന്നാണ് ഹമാസ് പറയുന്നത്. അതിൽ കാര്യമില്ലെന്ന് അവിടുത്തെ സാധാരണക്കാരും പറയുന്നു. അവർ പറയുന്നത് ഒന്നും നടക്കുന്നത് മറ്റൊന്നുമാണെന്ന് ദാറുൽ ബിലാഹിലെ ടെന്റിനു മുന്നിൽ പാചകം ചെയ്യവേ സൽവ അൽ മസ്രി പറയുന്നു. എത്ര ചർച്ചകളും ഇടപെടലുകളും നടന്നിട്ടും കൂട്ടക്കുരുതി കൂടുകയാണ്. ആക്രമണം തുടങ്ങിയപ്പോൾ വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തതാണ് മസ്രിയും കുടുംബവും. റഫ ഗവർണറേറ്റിൽ ആക്രമണം നിർത്തണമെന്ന് ലോക കോടതി ഉത്തരവിട്ടെങ്കിലും വിധി നടപ്പാക്കാനുള്ള സംവിധാനം ലോക കോടതിക്കില്ല. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിലെ മന്ത്രി ബെന്നി ഗാൻസ് ഹമാസിനെതിരെ ആക്രമണം നടത്തുകയാണെന്നും അത് നിർത്തില്ലെന്നും അറിയിച്ചു. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനാണ് ആക്രമണമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അമേരിക്ക കവചമൊരുക്കുന്നതിനാൽ തങ്ങൾ നിയമത്തിന് അതീതരാണെന്നാണ് ഇസ്രായേൽ കരുതുന്നതെന്ന് ഫലസ്തീൻ അഭയാർത്ഥി ഷബാൻ അബ്ദുറൌഫ് പറയുന്നു. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കൊലക്കത്തി പിടിച്ചു വാങ്ങാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഷബാൻ പറഞ്ഞു. അതേസമയം UN കോടതി വിധിയിൽ ഗസക്കാർക്ക് പ്രതീക്ഷയുമുണ്ട്. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.